ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫെയറുമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 10 കറണ്ട് അഫെയറുകളാണ് പഠിക്കാൻ പോകുന്നത്. കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മളുടെ 5ാമത്തെ ക്ലാസ് ആണ് കറണ്ട് അഫെയറിന്റെ. അപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടി 50 കറണ്ട് അഫെയർ പഠിച്ചു. ഒട്ടും ചെറുതായിട്ട് കാണാൻ പാടില്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയായത് ഏതാണ്? ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദി എവിടെയായിരുന്നു? തോന്നയ്ക്കലാണ് കേട്ടോ. തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ടല്ലോ, അതാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2020 വേദിയായിരുന്നത്. തെറ്റിപ്പോവാൻ പാടില്ലേ. തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക്. നെക്സ്റ്റ്, 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയായത് എവിടെയായിരുന്നു? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് 39ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയായത് കാസർഗോഡായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പാപ്പനംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാപ്പനംകോടാണ്. നെക്സ്റ്റ്, മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ. എന്താണ്? ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് എന്താണ്? ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. ഓൺലൈൻ ഗ്രാമസഭ ആദ്യമായിട്ട് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴാണ്. മലയിൻകീഴ് എവിടെയാണത്? തിരുവനന്തപുരത്താണ് കേട്ടോ. നെക്സ്റ്റ്, മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലികുളമാണ്. എലികുളം ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? കോട്ടയത്താണ് കേട്ടോ. എലികുളം ഗ്രാമപഞ്ചായത്ത്. എലീന എന്നായിരുന്നു ആ റോബോട്ടിന്റെ പേര്. ക്ലിയർ. നെക്സ്റ്റ്, മാസികയായിട്ടുള്ള കർഷക തൊഴിലാളി എന്ന് പറഞ്ഞ മാസിക ഉണ്ടല്ലോ, ഈ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായതാരായിരുന്നു? VS അച്യുതാനന്ദൻ. ആരാണ്? VS അച്യുതാനന്ദൻ. നെക്സ്റ്റ്, സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി. ആരാണ്? സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രമേശ് നാരായണനാണ്. എന്ത് കിട്ടിയത്? സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ആരാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. അപ്പൊ 10 നമ്മൾ പഠിച്ചില്ലേ? ഒന്നും കൂടി ജസ്റ്റ് നോക്കാം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയായത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കാസർഗോഡ്.
സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻ കീഴ് തിരുവനന്തപുരം. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലികുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം. എലീന എന്നായിരുന്നു റോബോട്ടിന്റെ പേര്. നെക്സ്റ്റ്, മാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായണന്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫെയർ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 10 നമ്മൾ പഠിച്ചു. ടോട്ടൽ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 50. അപ്പൊ നിങ്ങൾക്ക് ചെറുതായി തോന്നുന്നില്ലല്ലോ? ഒരു 5 ക്ലാസ്സും കൂടി 5 ഡേയ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെഞ്ചുറി അടിക്കും നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.